സുലൈമാൻ സാദിഖയോട് ചോദിക്കുന്നു. നിന്റെ പേരെന്താണ്? സാദിഖ. നീ മുസ്ലിമായോ? അതെ, വാലിദ സുൽത്താനാണ് എനിക്ക് സാദിഖ എന്ന് പേരിട്ടത്. ഞാനൊരു മുസ്ലിം ആവണമെന്നത് അള്ളാഹുവിൻ്റെ വിധിയാവും. നല്ലത്. നിന്റെ നാടെവിടെയാണ്? സാദിഖ ഒന്നും മിണ്ടാതെ ആലോചിച്ചു നിന്നു. സുലൈമാൻ ആളുടെ മുഖം ഉയർത്തിയിട്ട് ചോദിക്കുന്നു. നീ എവിടുന്നാ വരുന്നത്? സാവയിൽ നിന്നും. ദാനൂബ് നദിക്കരയിലുള്ള ഒരു സ്ഥലമാണ്. നീ ഹംഗേറിയൻ ആണോ? അല്ല, ബൾഗേറിയൻ. ഷേസാദ് മുസ്തഫയും ഷേസാദ് മുഹമ്മദും കളിക്കുന്നത് മാഹി ദേവരാനും ഗുൽഷയും നോക്കി നിൽക്കുന്നു. വാലിദ സുൽത്താനയ്ക്ക് ഹുറം ഹാത്തുവിനെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അവർ ഹുറത്തെ കൂടെ കൂട്ടിയത്? ഗുൽഷ ചോദിക്കുന്നു. എല്ലാവരെയും മയക്കിയെടുത്ത് സ്വന്തം പക്ഷത്താക്കാൻ ഹുറത്തിന് പ്രത്യേക കഴിവുണ്ട്. അവൾ ഭാഗ്യമുള്ളവളാണ്, മാഹി ദേവരാൻ പറഞ്ഞു. വാലിദ സുൽത്താനയ്ക്ക് സുൽത്താനയോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയുന്നതാണ്. വാലിദ സുൽത്താന നിങ്ങളെ ഒരിക്കലും കൈവിടില്ല സുൽത്താന, ആ കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഗുൽഷ. ഇൻക്യാരത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ, മാഹി ദേവരാൻ സുലൈമാൻ്റെ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സുലൈമാനും സാദിഖയും ബെഡിലിരുന്നു. അയാൾ അവളെ ചുംബിക്കുന്നു. സാദിഖ പതുക്കെ അവൾ കരുതിയിരുന്ന കത്തിയിൽ പിടിച്ചു. ഷേസാദ് മുഹമ്മദ് കുളത്തിനടുത്തേക്ക് വരുന്നു. ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഷേസാദ് വെള്ളത്തിലേക്ക് വീഴുന്നു. ഒച്ച കേട്ട മുസ്തഫ തിരിഞ്ഞു നോക്കി. വാലിദാ, വാലിദാ, അവൻ വിളിച്ചുകൊണ്ട് ഓടി വന്നു. തിരിഞ്ഞു നോക്കിയ മാഹി ദേവരാൻ ഷേസാദ് മുഹമ്മദിനെ കണ്ടില്ല. മുഹമ്മദ് എവിടെ? മുഹമ്മദ്, മുഹമ്മദ്! എല്ലാവരും കൂടി ഒച്ച വെച്ചു. ഒച്ച കേട്ട സുലൈമാൻ ശ്രദ്ധിക്കുന്നു. സാദിഖയെയും കത്തി ഒളിപ്പിച്ചു. മാഹി ദേവരാൻ ഓടി വന്ന് മുഹമ്മദിനെ എടുത്തു. അത് കണ്ട മുസ്തഫ കരയുന്നു. മുഹമ്മദിനൊന്നും പറ്റിയില്ല എന്ന് കണ്ട മാഹി ദേവരാന് സന്തോഷമായി. സുലൈമാൻ ബാൽക്കണിയിൽ വന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഓടി ഇറങ്ങുന്നു. ശബ്ദം കേട്ടുവന്ന് ഇബ്രാഹിമും പുറകെ പോയി. ഓടിയെത്തി സുലൈമാൻ ചോദിക്കുന്നു. എന്തു പറ്റി മാഹി ദേവരാൻ? ഷേസാദ് മുഹമ്മദ് വെള്ളത്തിൽ വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. കരയുന്ന മുഹമ്മദിനെ സുലൈമാൻ എടുത്തു. സാരമില്ല. നിങ്ങൾ എന്തു നോക്കിയൊക്കെയായിരുന്നു? ഷേസാദ് വെള്ളത്തിൽ വീഴുന്ന കണ്ടില്ലേ? അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളോട് സുലൈമാൻ ചോദിച്ചു. ഞങ്ങൾ ഷേസാദിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത് ഇൻക്യാരം. മാഹി ദേവരാൻ സുൽത്താന വേഗം ഓടിച്ചെന്ന് എടുത്തതുകൊണ്ട് ഷേസാദിനൊന്നും പറ്റിയില്ല, ഗുൽഷ പറഞ്ഞു. ഇന്നാ മുഹമ്മദിനെ വേഗം കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റ്, അവന് പനി പിടിക്കണ്ട, സുലൈമാൻ മുഹമ്മദിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ബാബാ, മുസ്തഫ ഓടിച്ചെന്നു. സുലൈമാൻ അവനെ എടുത്തു. പേടിക്കണ്ട, മുഹമ്മദിനൊന്നും പറ്റിയില്ല, സുലൈമാൻ പറഞ്ഞു. സാദിഖ ബാൽക്കണിയിൽ വന്ന് നോക്കുന്നു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മാഹി ദേവരാൻ, സുലൈമാൻ മാഹി ദേവരാൻ്റെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മുഖം ഉയർത്തിയ മാഹി ദേവരാൻ ബാൽക്കണിയിൽ സാദിഖ നിൽക്കുന്നത് കണ്ട് അസ്വസ്ഥയായി. ഇബ്രാഹിം ഓടി വരുന്നു. ഷേസാദിന് പ്രശ്നമൊന്നുമില്ലല്ലോ? നന്ദി അള്ളാ, ഇബ്രാഹിം പറഞ്ഞു. വാ, നമുക്ക് പോകാം, സുലൈമാൻ പറയുന്നു. മുഹമ്മദ് പേടിച്ചു പോയി ബാബാ, മുസ്തഫ പറഞ്ഞു. അവന് പ്രശ്നമൊന്നുമില്ല മുസ്തഫ, അവൻ ഓക്കെ ആയിക്കോളും, സുലൈമാൻ പറഞ്ഞു. മാഹി ദേവരാൻ ബാൽക്കണിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട ഇബ്രാഹിമും അങ്ങോട്ട് നോക്കി. അവിടെ സാദിഖ ഉണ്ടായിരുന്നു. മാഹി ദേവരാൻ, സുലൈമാൻ വിളിച്ചു. മാഹി ദേവരാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. മുസ്തഫയ്ക്ക് മുഹമ്മദിനെ കാണണമെന്ന് പറയുന്നു. വാ, നമുക്ക് പോകാം, സുലൈമാൻ മാഹി ദേവരാനെ വിളിച്ചുകൊണ്ട് പോകുന്നു. മാഹി ദേവരാൻ സാദിഖയെ തന്നെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. അവർ പോയ ശേഷം ഇബ്രാഹിം ഒരിക്കൽ കൂടി അസ്വസ്ഥതയോടെ സാദിഖയെ നോക്കി. വാലിദ സുൽത്താനയും ഹദീജയും ഹുറവും മെയ്താനി പാലസ് കാണുകയായിരുന്നു. നല്ല ഭംഗിയുണ്ട്. നിനക്കിഷ്ടമായോ ഹുറം? ഹദീജ സുൽത്താന ചോദിച്ചു. എനിക്കിഷ്ടമായി സുൽത്താന, നല്ല ഭംഗിയുണ്ട്. ഹുറം പറയുന്നത് കേട്ട ലിയോ ശ്രദ്ധിച്ചു നിന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം റിനോവേഷൻസ് ഇവിടെ ചെയ്യേണ്ടി വരും ഹദീജ, വാലിദ സുൽത്താന പറഞ്ഞു. അധികം റിനോവേഷൻസ് ഒന്നും വേണ്ട വാലിദ, നിനക്കിപ്പോഴുള്ള പോലെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ലാന്ന് എനിക്കറിയാം, ഹദീജ ചിരിച്ചു. പക്ഷെ ഇത് പോരാ, ഇതൊരു ഓട്ടോമാൻ സുൽത്താനയുടെ പാലസാണ്, എല്ലാം വിലപിടിപ്പുള്ളതാവണം, വാലിദ സുൽത്താന പറഞ്ഞു. ഹദീജ സുൽത്താന ഏറ്റവും വിലപിടിപ്പുള്ളത് തന്നെ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഓടിക്കളിച്ച് നടക്കും സുൽത്താന, ഹുറം പറഞ്ഞു. ഇൻഷാ അല്ലാ, ഹദീജ ചിരിച്ചു. ഈ ചുവര് മുഴുവൻ പൂക്കളുടെ ചിത്രങ്ങൾ വേണം. ഇവിടെ എത്തിയാൽ സ്വർഗത്തിലെ പൂന്തോട്ടത്തിലെത്തിയതുപോലെ തോന്നണം, ഹുറം പറഞ്ഞു. ലിയോ തിരിഞ്ഞു നോക്കാൻ പോയപ്പോൾ മാത്രാച്ചി തടഞ്ഞു. തന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒഴിഞ്ഞു കിടന്ന ഒരു ചുവര് കണ്ട് ഹദീജ സുൽത്താന അവിടെ നിന്നിരുന്ന ഒരാളോട് ചോദിച്ചു. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇബ്രാഹിം പാഷ വന്ന് നോക്കിയിട്ട് അവിടെ പെയിൻറ്റിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞു. നമ്മുടെ മ്യൂറൽ കലാകാരന്മാർ അവിടെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തോളും, വാലിദ സുൽത്താന പറഞ്ഞു. സുൽത്താന, അവിടെ പെയിൻറ്റിങ് ചെയ്യാനായി ഇബ്രാഹിം പാഷ കൊണ്ടുവന്ന ആളാണത്, അയാൾ ലിയോയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ലിയോയെ ഒന്ന് നോക്കി. ലിയോ തിരിഞ്ഞു നോക്കാൻ പോയപ്പോൾ മാത്രാച്ചി പറഞ്ഞു. തല ഉയർത്താതെ പുറത്തോട്ട് നടന്നു, വാ. മാത്രാച്ചി അവനെ തള്ളിക്കൊണ്ടു പോയി. അവൻ ഹുറത്തെ നോക്കിയെങ്കിലും മുഖം കാണാനായില്ല. പുറത്തെത്തിയ ലിയോ ചോദിക്കുന്നു. അവർ ആരാണ്? അവർ സുൽത്താൻ സുലൈമാൻ്റെ കുടുംബമാണ്. സുലൈമാൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ മുഖമുയർത്തി നോക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. അവർ എവിടെയാണ് താമസിക്കുന്നത്? അതൊന്നും താൻ അറിയണ്ട. ഇബ്രാഹിം പാഷ പറഞ്ഞ പെയിൻറ്റിങ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? തീർച്ചയായും പറ്റും,
വാലിദ സുൽത്താന വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് കേട്ട അവർ മാറി തല കുനിച്ചു നിന്നു. ഇത് നിന്റെ പാലസാണ് ഹദീജ. നിനക്കിഷ്ടപ്പെട്ടതുപോലെ എല്ലാം നമ്മളിവിടെ ചെയ്യും. വാലിദ സുൽത്താന ഹദീജ സുൽത്താനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഹുറം ചിരിച്ചുകൊണ്ട് പുറകെ നടന്നു വന്നു. നമുക്ക് തിരിയാൻ ലിയോ, ഇനി പ്രശ്നമില്ല, മാത്രാച്ചി പറഞ്ഞു. ലിയോ തിരിഞ്ഞപ്പോൾ ഹുറം വണ്ടിയിലേക്ക് കയറുകയായിരുന്നു. താൻ എപ്പോൾ പെയിൻറ്റിങ്സ് തുടങ്ങും? ഇപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം. അത് ശരി, എന്നാൽ തുടങ്ങിക്കോ. ലിയോ അകത്തേക്ക് നടന്നു. ഷേസാദ് മുഹമ്മദിനെ നനഞ്ഞ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടിച്ചു. സുലൈമാൻ മുസ്തഫയോട് പറയുന്നു, ഇനി മുഹമ്മദ് ഇവിടെ കിടന്നുറങ്ങട്ടെ, പിന്നെ വന്ന് അവനെ കൊണ്ടുപോകാം. സുലൈമാൻ അവൻ്റെ നെറുകയിൽ മുത്തം വെച്ചു. എന്നോട് ക്ഷമിക്കണം സുൽത്താന. സുൽത്താന അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലുള്ള കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഗുൽനിഹാൽ പതുക്കെ മാഹിദവരാനോട് പറഞ്ഞു. അള്ളാഹുവാണ് അവനെ രക്ഷിച്ചത്. നീ മുഹമ്മദിനെ നന്നായി നോക്കിയില്ലെങ്കിൽ നിന്നെ ഞാൻ കടലിലെറിയും. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. മുസ്തഫ മോനെ, മാഹിദേവരാൻ വിളിച്ചുകൊണ്ട് അടുത്തിരുന്നു. നീ വിഷമിക്കേണ്ട, നീയാണ് അവനെ രക്ഷിച്ചത്. മോൻ കരഞ്ഞു വിളിച്ചപ്പോഴല്ലേ അമ്മ അവനെ കണ്ടത്, എന്നിട്ടല്ലേ പോയി അവനെ എടുത്തത്. മാഹിദേവരാൻ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മുസ്തഫ എപ്പോഴും അവൻ്റെ സഹോദരനെ രക്ഷിക്കും അല്ലേ? സുലൈമാൻ അവനെ വീണ്ടും ചുംബിച്ചു. മുസ്തഫ തലയാട്ടി. സാദിക സുലൈമാൻ്റെ ചേംബറിൽ കാത്തിരിക്കുകയായിരുന്നു. സുംബുൽ അങ്ങോട്ട് വരുന്നു. സാദിക വാ, നമുക്ക് പോകാം. ഇൻക്യാരം ഇപ്പോൾ വരും. ഇൻക്യാരം വരില്ല, അദ്ദേഹം ഹരത്തിലാണ്. പക്ഷെ എന്നെ അദ്ദേഹം ഇവിടെ ഇരുത്തിയിരിക്കുകയല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സംഭവിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ? വാ പോകാം. സാദിക മടിച്ചു പോകുന്നു. പുറത്തേക്കിറങ്ങി അവരെ കണ്ട ഇബ്രാഹിം വിളിക്കുന്നു. സുംബുലാകാ. സുംബുൽ തിരിഞ്ഞു നോക്കി ചിരിച്ചു. നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം. സുംബുൽ അവരെ പറഞ്ഞു വിട്ടിട്ട് ഇബ്രാഹിമിനടുത്തേക്ക് ചെല്ലുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് ഉദ്ദേശിച്ചത് പാഷ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഇബ്രാഹിം ഒച്ച വെച്ചു. ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയാനായി വന്നിരുന്നു പാഷ, പക്ഷെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ല. വാലിദ സുൽത്താന പറഞ്ഞു സാദിക ഹാത്തൂനെ ഒരുക്കി സുൽത്താൻ സുലൈമാൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് വിടാൻ. വാലിദ സുൽത്താനയോ? അതെ, വാലിദ സുൽത്താന ഉത്തരവിട്ടാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാനാവും? ഇബ്രാഹിം ആലോചിക്കുന്നു. പൊക്കോ. സുംബുൽ പോകാതെ അവിടെ തന്നെ പരിങ്ങി നിന്നു. പോകാനാ പറഞ്ഞത്, ഇബ്രാഹിം ഒച്ച വെച്ചു. സുംബുൽ ഓടിപ്പോകുന്നു. ഇബ്രാഹിം നിസ്സഹായനായി പോകുന്നു. വാലിദ സുൽത്താന തിരികെ എത്തി. ദായ ഹാത്തൂൻ കുമ്പിട്ടു. ദായേ, സുംബുലാഗിയോട് വരാൻ പറ. പിന്നെ ചീഫ് ആർക്കിടെക്റ്റിനെയും വിളിക്കണം. മെയ്ദാൻ പാലസിൻ്റെ റിനോവേഷൻസ് എത്രയും പെട്ടെന്ന് നടത്തണം. സുൽത്താന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുപറ്റി? ഷേസാദ് മുഹമ്മദ് മെയിൻ ഗാർഡനിലെ കുളത്തിൽ വീണു. ഹുറം ഞെട്ടിപ്പോയി. എന്ത്? വാലിദ സുൽത്താനയും നോക്കി. പേടിക്കാനൊന്നുമില്ല, ഷേസാദ് ഇപ്പോൾ സുഖമായിരിക്കുന്നു. എൻ്റെ കൊച്ചുമോൻ എവിടെ? ഷേസാദ് ഇപ്പോൾ മാഹിദേവരാൻ സുൽത്താനയുടെ ചേംബറിലുണ്ട്. മാഹിദേവരാൻ്റെ ചേംബറിലോ? ഹുറം ചോദിച്ചു. മാഹിദേവരാൻ സുൽത്താനയാണ് ഷേസാദ് മുഹമ്മദിനെ രക്ഷിച്ചത്. ഹുറം വിശ്വസിക്കാനാവാതെ നോക്കുന്നു. വേഗം വാ, നമുക്ക് പോകാം. വാലിദ സുൽത്താന പോകുന്നു. അവർ മാഹിദേവരാൻ സുൽത്താനയുടെ ചേംബറിലേക്ക് എത്തി. ഹുറം ഓടിച്ചെന്ന് മുഹമ്മദിനെ എടുത്തു. എന്തുപറ്റി മാഹിദേവരാൻ? വാലിദ സുൽത്താന ചോദിച്ചു. ഞാൻ മുസ്തഫയെയും കൊണ്ടൊന്ന് ഗാർഡനിലേക്ക് പോയതാണ്. അപ്പോൾ മുഹമ്മദിനെയും കൊണ്ടുവന്നു. അവർ അവിടെ കളിക്കുകയായിരുന്നു. അവരെ നോക്കാൻ അവിടെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഗുൽനിഹാൽ കുറച്ചു നേരത്തേക്ക് അവിടുന്ന് പോയി. ഹുറം അവളെ നോക്കുന്നു. അപ്പോൾ മുഹമ്മദ് കുളത്തിൽ വീണു. കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് ഞാൻ മുഹമ്മദിനെ എടുത്തു. മുസ്തഫ എവിടെ മാഹിദേവരാൻ? അവൻ പേടിച്ചു പോയിട്ടുണ്ടാവും, വാലിദ സുൽത്താന പറഞ്ഞു. ഹുറം രൂക്ഷമായി നോക്കുന്നു. മുസ്തഫയ്ക്ക് അവൻ്റെ അനിയനെ വലിയ ഇഷ്ടമാണ് ഹുറം. അവൻ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും, ഹദീജ സുൽത്താന പറഞ്ഞു. മുസ്തഫയ്ക്ക് പ്രശ്നമൊന്നുമില്ല, അവൻ ഇൻക്യാരത്തിൻ്റെ കൂടെയാണ്, മാഹിദേവരാൻ പറഞ്ഞു. വാലിദ സുൽത്താന ചെന്ന് മുഹമ്മദിനെ മുത്തം വെച്ചു. നിങ്ങൾ എൻ്റെ മോനെ രക്ഷിച്ചില്ലേ? വളരെ നന്ദിയുണ്ട്, ഹുറം മാഹിദേവരാനോട് പറഞ്ഞു. മാഹിദേവരാൻ ഒന്നും മിണ്ടിയില്ല. ആദ്യം തീയിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇപ്പോൾ വെള്ളത്തിൽ നിന്നു, വാലിദ സുൽത്താന പറയുന്നു. സുലൈമാൻ മുസ്തഫയും കൊണ്ട് വരുന്നു. വാലിദ സുൽത്താന അവനെ മുത്തം വെച്ചു. നിങ്ങളുടെ കൊച്ചുമക്കൾ സുഖമായിരിക്കുന്നു വാലിദ. നന്ദി പറയേണ്ടത് മാഹിദേവരാനോടാണ്. മാഹിദേവരാൻ ചിരിച്ചു. നന്ദിയല്ല, വാലിദ സുൽത്താന പറഞ്ഞു. അങ്ങയുടെ അനുവാദത്തോടെ മുഹമ്മദിനെയും കൊണ്ട് ഞാൻ എൻ്റെ ചേംബറിലേക്ക് പോകുന്നു, ഹുറം പറഞ്ഞു. വാലിദ സുൽത്താന സമ്മതത്തോടെ നോക്കി. ഹുറം ചെന്ന് സുലൈമാനെ കുമ്പിട്ടിട്ട് നടന്നു. തിരിഞ്ഞു നിന്ന് പറയുന്നു. സുൽത്താന, എൻ്റെ മോനെ രക്ഷിച്ചതിൽ നന്ദി. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാഹിദേവരാൻ ഒന്നും മിണ്ടിയില്ല. ഹുറം പോയി. സാദിക ഹരത്തിലേക്ക് വരുന്നു. നീ എവിടുന്നാ വരുന്നത് സാദിക? നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. നീ ഇൻക്യാരത്തിൻ്റെ പ്രൈവറ്റ് ചേംബറിലായിരുന്നു? ഒരു പെണ്ണ് ചോദിച്ചു. ഇവളെ പോലുള്ളവരുടെ കൂടെ ഒന്നും ഇൻക്യാരം കിടക്കില്ല, മറ്റൊരു പെണ്ണ് പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? സാദികയ്ക്ക് ദേഷ്യം വന്നു. സാദിക, നിഗാർ കാഫ വിളിച്ചു. എല്ലാവരും പൊക്കോ. നിഗാർ സാദികയെ അടിമുടിയൊന്ന് നോക്കി. നീ എവിടെയായിരുന്നു? അതാരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞത്? സുംബുലാഗിയാണോ? സാദിക ഒന്നും മിണ്ടിയില്ല. നിഗാർ സുംബുലിനെ അന്വേഷിച്ച് ചെല്ലുന്നു. സുംബുലാഗ,
നിങ്ങൾ സാദികയെ ഇൻക്യാരത്തിൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് കൊണ്ടുപോയല്ലേ? നാശം! ഞാൻ അവളോട് പറഞ്ഞിരുന്നു ആരോടും പറയരുതെന്ന്. അപ്പോൾ സത്യമാണല്ലേ? എനിക്കൊരു സംശയം തോന്നിയതുകൊണ്ട് ചോദിച്ചതാ. നിഗാർ കാഫ, ഇത് മോശമായിപ്പോയി. എന്നെക്കൊണ്ട് പറയിക്കുകയാണോ നീ? എന്താ സുംബുലാക ഇതൊക്കെ? വാലിദ സുൽത്താന പറഞ്ഞു, ഞാൻ ചെയ്തു. അല്ലാതെ സാദിക ആവശ്യപ്പെട്ടത് കൊണ്ടൊന്നുമല്ല ഞാൻ കൊണ്ടുപോയത്. അവൾ സുൽത്താൻ സുലൈമാനോടൊപ്പം കിടന്നു കഴിഞ്ഞാൽ മുകളിലെ ചേംബറിലേക്ക് വിടുമോ? എന്തായാലും അവൾ സുൽത്താൻ സുലൈമാനോടൊപ്പം കിടന്നിട്ടില്ല. ഷേസാദ് മഹമ്മത്ത് വീഴുന്ന ഒച്ച കേട്ട ഇൻക്യാർ അവിടുന്ന് പെട്ടെന്ന് പോയി. അത് ശരി, ഇത് അവസാനിപ്പിച്ചിട്ടില്ലല്ലേ? അവൾ ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ഇനിയും കുഴഞ്ഞു മറിയും. നീ ഇത് പോയി ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ഹുറം ഹാത്തൂനോട്. ഇതറിഞ്ഞാൽ അവൾ സാദികയുടെ മുഖം കൊണ്ടുപോയി വല്ല അടുപ്പിലും വെക്കും. പിന്നെ അതാവും അടുത്ത പ്രശ്നം. നിഗാർ ഒന്നും മിണ്ടിയില്ല. ഹുറം ഷേസാദ് മഹമ്മത്തിനെ തൊട്ടു നോക്കുന്നു. ഞാൻ നോക്കിയതാ, അവന് പനിയില്ല, ഗുൽനിഹാൽ പറഞ്ഞു. മരിയ, എന്നാലും നിനക്ക് എങ്ങനെ ഇത്ര ശ്രദ്ധയില്ലാതെ അവനെ അവിടെ വിട്ടിട്ട് പോകാനായി? ഞാൻ മെഹ്റുമ സുൽത്താനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നതാ. തിരിച്ചു പോകാനായി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഗുൽഷയോട് മഹമ്മത്തിനെ ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിരുന്നു. ഗുൽനിഹാൽ, നീ ആട്ടിൻകുട്ടിയെ ഒരു ചെന്നായിയാണ് ഏൽപ്പിച്ചിട്ട് പോയത്. എൻ്റെ മോൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഹുറം, നീ എന്തിനാ എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ മോശം ചിന്തിക്കുന്നത്? മാഹി ദവരാൻ സുൽത്താനെയാണ് മഹമ്മത്തിനെ രക്ഷിച്ചത്. ഹുറത്തിനൊന്നും പറയാനായില്ല. നീ പോയി മഹമ്മത്തിനെ ഉറക്ക്. ഗുൽനിഹാൽ മഹമ്മത്തിനെ എടുത്ത് എണീറ്റു. നിഗാർ അങ്ങോട്ട് കയറി വരുന്നു. മാഷാ അല്ലാ, ഷേസാദ് സുഖമായിരിക്കുന്നു. നിഗാർ ഷേസാദ് മഹമ്മത്തിനെ തൊട്ടുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഹുറത്തിൻ്റെ അടുത്ത് പോയിരുന്നു. ഹുറം സുൽത്താനാ, മാഹിദേവരൻ സുൽത്താനോട് ക്ഷമ ചോദിച്ചു എന്ന് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നേരത്തെ ആയിരുന്നെങ്കിൽ നീ ഇതും മാഹിദേവരൻ സുൽത്താനയുടെ തലയിൽ വെച്ചേനെ. ഞാൻ ഈ പാലസിൽ നിന്ന് പോകാനുള്ള തന്ത്രങ്ങളെല്ലാം പഠിച്ചു വരികയാണ്. പഴയ കുട്ടികളെ പോലെയുള്ള സ്വഭാവമെല്ലാം മാറ്റണമെന്ന് നീയും എപ്പോഴും എന്നോട് പറയാറില്ലേ നിഗാർ? അതുകൊണ്ടാണോ നീ മാറിയത്? അപ്പോൾ ഇനി മുതൽ ഹരത്തിൽ വഴക്കുണ്ടാവില്ലല്ലേ? അതെ, അത് ഞാൻ എനിക്ക് തന്നെ കൊടുത്ത വാക്കാണ്. ഇനി മുതൽ ഞാനൊരു സുൽത്താനയെ പോലെ പെരുമാറുകയുള്ളൂ. നല്ലത്. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? സാദികയ്ക്ക് എന്തു പറ്റി? അവളെ ആരെങ്കിലും കൊന്നോ? ആയിഷയെ കൊന്നത് ആരാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ കൊലയാൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ നിനക്ക് പേടിയില്ലേ നിഗാർ? എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. പിന്നെ സാദികയെന്ന് സുൽത്താൻ സുലൈമാൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് പോയി. ഹുറം ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ നിഗാറിനെ നോക്കി. അതെങ്ങനെ സംഭവിച്ചു? നീ ദേഷ്യം പിടിക്കരുത്. നിങ്ങൾ മെയ്താനി പാലസിൽ പോയപ്പോഴാണത് സംഭവിച്ചത്. ഇൻക്യാർ ആവശ്യപ്പെട്ടിട്ടാണോ സാദികയെ അങ്ങോട്ട് കൊണ്ടുപോയത്? അല്ല, വാലിദ സുൽത്താന പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് വാലിദ എന്നെ മെയ്താനി പാലസിലേക്ക് കൊണ്ടുപോയത്. അവർ എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിഷമിക്കേണ്ട, സാദിക അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നിട്ടില്ല. അവരുടെ പദ്ധതി വിജയിച്ചില്ലല്ലേ? അതോർത്ത് അധികം സന്തോഷിക്കേണ്ട. വാലിദ സുൽത്താൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതവർ നടത്തിയിരിക്കും. നിഗാർ, അവരെന്തിനാ എന്നെ ഒരു ശത്രുവായി കാണുന്നത്? എന്തിനാ അവർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർ പറയുന്നതെല്ലാം അനുസരിച്ച് ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കഴിയുകയല്ലേ? ഹുറത്തിൻ്റെ കണ്ണു നിറഞ്ഞു. ഹുറം സുൽത്താന, വിഷമിക്കേണ്ട. നിങ്ങൾ എപ്പോഴും മര്യാദയോടെയും ക്ഷമയോടെയും കൂടി മാത്രം പെരുമാറാൻ ശ്രമിക്കുക. അല്ലാത്തതൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് ചോദിക്കുന്നു. നീ എന്താ പറയുന്നത് ദായെ? സാദികയെ നീ പ്രൈവറ്റ് ചേംബറിലേക്ക് വിട്ടില്ലേ? വിട്ടു സുൽത്താന. അവളെ ഒരുക്കി സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് എത്തിച്ചു. കൃത്യം ആ സമയത്താണ് ഷേസാദ് മഹമ്മത്ത് വെള്ളത്തിൽ വീണത്. അത് കണ്ട് എല്ലാവരും ഒച്ച വെച്ചു. അത് ശരി. വാലിദ സുൽത്താന തലയാട്ടി. അവളെ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒരുക്കി സുൽത്താൻ സുലൈമാൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് വിടാം. ഇപ്പോൾ വേണ്ട, അതിന് പറ്റിയ സമയം വരട്ടെ. സുൽത്താനയുടെ ഇഷ്ടം പോലെ. മാഹിദേവരാൻ അങ്ങോട്ട് കയറി വരുന്നു. കുമ്പിട്ടു. വരൂ മാഹിദേവരാൻ, ഇരിക്കൂ. അവൾ അടുത്തു പോയിരുന്നു. എന്താ മാഹിദേവരാൻ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ മെയ്താൻ പാലസിലേക്ക് പോയപ്പോൾ കൊണ്ടുപോകാത്തത് കൊണ്ടാണോ? അല്ല വാലിദ, അതിന് വാലിദയോട് പിണങ്ങാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. നീ സാദികയുടെ കാര്യം അറിഞ്ഞോ? മാഹിദേവരൻ ഒന്നും മിണ്ടിയില്ല. അത് ശരി, നിനക്കറിയില്ല മാഹിദേവരൻ, ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ഞാൻ എൻ്റെ സകല ശക്തിയും ഉപയോഗിച്ചാണ് ഈ ഹരം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സുൽത്താൻ സലിം ഖാൻ്റെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു സുൽത്താൻ ഒരിക്കലും ഒരു സ്ത്രീയിൽ മാത്രം സംതൃപ്തനാവാനാവില്ല. ആര് വിചാരിച്ചാലും അത് മാറ്റാനുമാവില്ല. ഖദീജ സുൽത്താന ബാൽക്കണിയിൽ വന്ന് ഇബ്രാഹിമിനെ നോക്കുന്നു. ഗുൽഫാം അങ്ങോട്ട് വരുന്നു. ഇബ്രാഹിം ഇതുവരെ പുറത്തിറങ്ങിയില്ലേ സുൽത്താന? ഗുൽഫാം ചോദിച്ചു. എനിക്ക് അവനെ മിസ് ചെയ്യുന്നു ഗുൽഫാം. കല്യാണം തീരുമാനിച്ചത് മുതൽ പേടിയാണ്, ഇനി എന്തെങ്കിലും കൊണ്ടിത് മുടങ്ങി പോകുമോ എന്ന്. അങ്ങനെ ഒന്നും പേടിക്കണ്ട, എല്ലാം നന്നായി വരും. ഖദീജ ചിരിച്ചു. ഇബ്രാഹിം ലിയോയെ പറ്റി സുലൈമാനോട് പറയുന്നു. അവൻ്റെ പേര് ലിയോ എന്നാണ്. അവൻ ക്രിമിയയിൽ നിന്ന് വരുന്നു. മാത്രാശി മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അയാളൊരു വ്യാപാരിയാണെന്ന് പറയുന്നു. ഒരു കലാകാരൻ എന്ത് വ്യാപാരം ചെയ്യാനാ? ലിയോ ചർച്ച് മതിലുകളിൽ പെയിൻറ്റിങ് ചെയ്യുന്നയാളാണ്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് മെയ്താനി പാലസിൻ്റെ മതിലുകളിൽ കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്യണമെന്നുണ്ട്.
അത് നിന്റെ പാലസാണ് ഇബ്രാഹിം. അവിടെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇബ്രാഹിം കുമ്പിട്ടു. പെയിൻറ്റിങ്സ് എന്ത് ചെയ്യണമെന്ന് സൂക്ഷിച്ച് തീരുമാനിക്കണം. അല്ലെങ്കിൽ അത് കണ്ട് ഇസ്ലാമിക പുരോഹിതൻ സെമ്പേലി അലി ഹോജയുടെ ഉറക്കം നഷ്ടപ്പെടും. സെമ്പേലി അലി ഹോജയ്ക്ക് അവിടെ ചെയ്യുന്ന പെയിൻറ്റിങ്സ് കാണാനാവുമോ ഇൻകാരം? അദ്ദേഹം കണ്ടില്ലെങ്കിൽ അത് കാണുന്ന ചിലർ കൃത്യമായി അയാളുടെ ചെവിയിലെത്തിച്ചോളും. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിച്ചു. ഇബ്രാഹിം തല കുമ്പിട്ടു. ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇൻകാരം, ഹുറം സുൽത്താന വന്നിട്ടുണ്ട്. അവളോട് വരാൻ പറ. ഞാൻ പോട്ടെ ഇൻകാരം. ഇബ്രാഹിം തല കുമ്പിട്ടിട്ട് പോയി. ഇബ്രാഹിം ഇറങ്ങി ചെന്നപ്പോൾ ഹുറം കുമ്പിട്ടു. ഇബ്രാഹിം ഹുറത്തെ ഒന്ന് നോക്കിയിട്ട് നടന്നു. ഇബ്രാഹിം പാഷ. ഇബ്രാഹിം തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഇന്ന് അങ്ങയുടെ പാലസ് കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങ് അവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. താങ്ക് യു. ഞാൻ അവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം. വളരെ നന്ദിയുണ്ട് ഇബ്രാഹിം പാഷ. ഇബ്രാഹിം അവിടുന്ന് പോയി. വെനിറ്റിയൻ അംബാസഡർ തോമസ് മോസിനോഗു ഇബ്രാഹിമിനെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. അങ്ങയുടെ പുതിയ സ്ഥാനക്കയറ്റത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇബ്രാഹിം പാഷ. താങ്ക് യു തോമസ് മോസിനോഗു. ഹദീജ സുൽത്താനയുമായും താങ്കളുടെ വിവാഹ വാർത്തയും ഞാൻ കേട്ടിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് പാഷ. ഇബ്രാഹിം നന്ദിയോടെ തല ചരിച്ചു. പീരി മുഹമ്മദ് പാഷയായിരുന്നപ്പോൾ വെനീസും ഓട്ടോമൻ സാമ്രാജ്യവുമായുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആശയവിനിമയങ്ങൾ പലപ്പോഴും അത്ര സുഖകരമായിരുന്നില്ല. പീരി മുഹമ്മദ് പാഷ വളരെ വിശ്വസ്തനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ സാമ്രാജ്യത്തിനു വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങൾ വളരെ മികച്ചതാണ്. ഞാൻ എന്നും അദ്ദേഹത്തോട് നന്ദിയും ബഹുമാനവും ഉള്ളവനായിരിക്കും. മാസിനോഗോ ഒന്നും മിണ്ടിയില്ല. മോസിനോഗോ, വെനീസുമായി വളരെ സൗഹാർദ്ദപരമായൊരു ബന്ധമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോർത്ത് വിഷമിക്കേണ്ട. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പറയൂ പാഷ. ജർമ്മൻ ലൂതേഴ്സിൻ്റെ കാര്യത്തിൽ വത്തിക്കാൻ കാത്തലിക് ചർച്ചിൻ്റെ തീരുമാനം എന്താണ്? അവർ വത്തിക്കാൻ ചർച്ചിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയല്ലേ? വത്തിക്കാൻ അംബാസഡർ ഒരു നിമിഷം ആലോചിച്ചു. ഈ കാര്യങ്ങളെല്ലാം താങ്കൾ താല്പര്യത്തോടെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. വളരെ അത്ഭുതമായിരിക്കുന്നു. അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ ഭൂമിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ലുത്തർ കാത്തലിക് ചർച്ചിനൊരു ഭീഷണിയാവുന്നുണ്ടോ? ഇബ്രാഹിം ചോദിച്ചു. മാർപ്പാപ്പ ലുത്തറിനെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. മോസിനോഗോ പറഞ്ഞു. മാർപ്പാപ്പ ചെയ്തത് തെറ്റിപ്പോയി. ലുത്തർ വീണ്ടും വരും. അയാൾ കൂടുതൽ ശക്തനായി തീരും. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജനങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ജനങ്ങളിൽ പാപബോധമുണ്ടാക്കി സ്വർഗത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ കൊള്ളയടിക്കുന്നത് കാത്തലിക് ചർച്ച് നിർത്തേണ്ടതായി വരും. ഇബ്രാഹിം പറഞ്ഞു. മോസിനോഗോ ഒന്നും മിണ്ടിയില്ല. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. വിളിച്ചു പറയുന്നത് കേട്ട ഇബ്രാഹിം സൈഡിലേക്ക് മാറി നിന്നു. എല്ലാവരും തല കുനിച്ചു നിന്നു. സുലൈമാൻ അങ്ങോട്ട് വന്നിരുന്നു. ഇദ്ദേഹം എന്തൊക്കെയാ പറയുന്നത് ഇബ്രാഹിം പാഷ? ഞങ്ങൾ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ സഭയിൽ നിന്നും കലഹിച്ച് പുറത്തുപോയൊരു പുരോഹിതനാണ് അദ്ദേഹം. സ്വർഗത്തിൻ്റെ പേര് പറഞ്ഞുള്ള പണപ്പിരിവിനെതിരെ അദ്ദേഹം മാർപ്പാപ്പയെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ബൈബിൾ ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്ന് കേൾക്കുന്നു. സുലൈമാൻ തലയാട്ടി. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കിയത്. അവരുടെ മുഖ്യ വരുമാനം ഇല്ലാതാവുമ്പോൾ പിന്നെ അവർക്ക് സഹിക്കാനാവില്ലല്ലോ. ഇബ്രാഹിം മോസിനോഗിയെ നോക്കി. അയാൾ തല കുനിച്ചു നിന്നു. മാർട്ടിൻ ലൂതർ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് സഭ കൊടുത്ത ലെറ്റർ പള്ളിക്ക് മുന്നിൽ നിന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ലാറ്റിൻ ഭാഷ അറിയാം? ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ അത് വായിക്കാൻ തുടങ്ങും. കൂടുതൽ പേർ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. കാത്തലിക് സഭയ്ക്ക് ചോദ്യം ചെയ്യുന്നവരെ ഇഷ്ടമല്ലല്ലോ, അനുസരിക്കുന്നവരല്ലേ ഇഷ്ടം. സുലൈമാൻ മോസിനോഗിയെ നോക്കി. ഇപ്പോൾ അവരുടെ അധികാരം ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. സുലൈമാൻ പറഞ്ഞു. ശരിയാണ് ഇൻകാരം. ജൂതന്മാരുടെ പ്രശ്നത്തിലാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് എതിർപ്പുണ്ടായിരുന്നത്. എന്തു തന്നെയായാലും വത്തിക്കാൻ കാത്തലിക് ചർച്ച് എന്നും ശക്തമായി തന്നെ നിലനിൽക്കും. മോസിനോഗോ പറഞ്ഞു. ചാൾസ് അഞ്ചാമനും ലൂതറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ഇനി അയാൾക്ക് ജർമ്മൻകാരെ പറഞ്ഞ് മനസ്സിലാക്കാനാവുമോ? ജർമ്മൻകാർ ചാൾസ് അഞ്ചാമനെ അവരുടെ ചക്രവർത്തിയായി അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും അല്ലെങ്കിലും കുറേ പേർ. സുലൈമാൻ തലയാട്ടി. ഇബ്രാഹിം പാഷ. സുലൈമാൻ വിളിച്ചു. ഇബ്രാഹിം തിരിഞ്ഞു നോക്കി. നീ ഇദ്ദേഹത്തെ കല്യാണത്തിന് വിളിച്ചോ? ഇല്ല ഇൻകാരം. ഇബ്രാഹിം പാഷയുടെ കല്യാണമാണ്. നിങ്ങൾ ഞങ്ങളുടെ അതിഥിയായിരിക്കും. ഈ ക്ഷണം ഞങ്ങൾക്ക് കിട്ടുന്നൊരു അംഗീകാരമായെടുക്കുന്നു എൻ്റെ സുൽത്താൻ. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിച്ചു. സാദിക അവളുടെ ബെഡ് നേരെയാക്കി ഇടുകയായിരുന്നു. അവളെ കണ്ട ഹുറം അങ്ങോട്ട് ചെന്നു. സാദിക കുമ്പിട്ടു. സാദിക, നീ ഇപ്പോൾ ഇവിടെയാണോ നിൽക്കുന്നത്? അതെ, അവർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവർ പറഞ്ഞു അത് സുൽത്താൻ സുലൈമാൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളുടെ ചേംബറാണെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പെണ്ണല്ലല്ലോ. വിഷമിക്കേണ്ട, നീയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളായി മാറിയേക്കാം. സാദിക ഒന്നും മിണ്ടിയില്ല. നീ എങ്ങനെയാണ് ഈ പാലസിലേക്ക് വന്നത്? ആരാ കൊണ്ടുവന്നത്? ഇബ്രാഹിം പാഷയാണ് എന്നെ ഈ ഹരത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ശരി, ഇപ്പോൾ മനസ്സിലായി. സുംബുലാക അങ്ങോട്ട് വരുന്നു. സാദിക, നീ എവിടെയായിരുന്നു? നീ പോയി നിന്റെ ജോലി ചെയ്യ്. സാദിക അവിടുന്ന് പോയി. ഹുറം സുംബുലിനെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. എൻ്റെ സുൽത്താന, എന്തെങ്കിലും ആവശ്യമുണ്ടോ?
പാവം സുംബുലാക, നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ സാധിക്കില്ല. നിങ്ങൾക്കതിനുള്ള അധികാരമില്ല. ഹുറം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പോയി. സുംബുൽ ഒന്നും മിണ്ടിയില്ല.